ഇപ്പൊ CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ആകെ ക്ലാസ്സിനകത്ത് ലിൻ മാത്രമേ വരുന്ന കാണുന്നുള്ളൂ. അങ്ങനെ അത് കണ്ട് ഇവെല്ലാം ഷോക്ക് ആകുമ്പോഴാണ് അതേസമയം ഇവിടെ ക്ലാസ്സിലാണ് ലിൻ ഇനി പൈസ കൈവച്ചിരുന്ന സീനാന്ന് പറഞ്ഞ് അവൾ ആരും അറിയാതെ വീണ്ടും അവളുടെ റൂംമേറ്റിന്റെ ബെഞ്ചിൽ തന്നെ ഇട്ടിട്ട് പോകും. അതിനുശേഷം മറ്റവൾ സീറ്റ് വന്നിരിക്കുമ്പോഴാണ് അവളിപ്പോ ഈ പൈസ കണ്ടിട്ട് അവളുടെ കൺട്രോൾ മൊത്തത്തിൽ അങ്ങ് പോകും. എന്തുവാടെ ആരടി ഇമാതിരി കളിയൊക്കെ കളിക്കുന്നത് എന്നിട്ട് അവള് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് ഒന്നും ചെയ്യാത്ത പോലെ നൈസിനെ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അപ്പോഴാണ് ഇവളുടെ അടുത്തേക്ക് ഇവർ മൂന്നുപേരും കൂടെ അടുത്തേക്ക് വരുന്നത്. ഇത് കണ്ട് അവളും ഷൗമി നീ എവിടെ പോയി? ഞാൻ നിന്നെ അന്വേഷിച്ച് കുറെ സ്ഥലത്ത് നടന്നായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് CCTV ചെക്ക് ചെയ്യാൻ പോയി. പക്ഷേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സംഭവം ഞങ്ങൾ കണ്ടുപോയി. മറ്റവൾ പൈസ വെച്ചിട്ട് പോയതിനു ശേഷം നമ്മുടെ ക്ലാസ്സിലേക്ക് നീ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് അവനും പറയുമ്പം ഇവളുടെ ഫേസിൽ എക്സ്പ്രഷൻ ഒക്കെ മാറി തുടങ്ങും. അപ്പോഴാണ് ഷൗമിയും പക്ഷേ നീ ക്ലാസ്സിന്റെ അവിടെ നടന്നു പോകുന്ന മാത്രമേ ഉള്ളൂ. നീ ക്ലാസ്സിനകത്ത് കയറുന്നൊന്നും കണ്ടില്ല. കാരണം അതിനുശേഷം CCTV ഫുട്ടേജ് മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോയി. അതുകൊണ്ട് ലിൻ നീ ആരും ആ സമയത്ത് കണ്ടായിരുന്നോ ക്ലാസ്സിൽ വന്ന് പൈസ എടുക്കുന്ന പോലെ? എന്നിനെ ഷൗമി പാവമായിട്ട് ഇവളോട് തന്നെ ചോദിക്കും. പക്ഷെ ലിന്നാണ് ആശ്വാസപ്പെട്ടിട്ട് അവള് ക്ലാസ്സിലേക്ക് കയറാതെ ബാത്റൂമിലേക്ക് പോയതുകൊണ്ട് അവൾ ആരും കണ്ടില്ലെന്ന് പറയും. അതിനുശേഷം അവളും ഇപ്പൊ മറ്റവളുടെ പൈസ എല്ലാം തിരിച്ചിട്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഷൗമിയാണ് സന്തോഷപ്പെടും. പക്ഷെ രൂഷിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ത് പൈസ കിട്ടിയാലും എല്ലാരും കൂടെ ഷൗമിയെ കുറ്റം പറഞ്ഞ. അതുകൊണ്ട് ഇവന് ലിന്നോട് നല്ല സംശയമുള്ള. പിന്നെ ലിൻ ഷൗമിയുടെ കയ്യില് ആ 2000 രൂപ ഉണ്ടെന്ന് നീയല്ലേ മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞു, അതെന്തിനാ? എന്നിന് ഇവൻ ചോദ്യം ചെയ്യുമ്പോഴാണ് അവളാണ് മൊത്തത്തിൽ പേടിച്ചു പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഷൗമിയും രൂഷി നീ ഇപ്പൊ എന്തിനാ വെറുതെ ഇതൊക്കെ ചോദിക്കുന്നത്? എന്തായാലും മറ്റുള്ള പൈസ തിരിച്ചിട്ടില്ലേ? അവള് ചുമ്മാ നോർമലായിട്ട് പറഞ്ഞാണ്. വാ ലിൻ നമുക്ക് ക്ലാസ്സിൽ പോവാം. ഏതിന് ലിന്നും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് രൂക്ഷിയും പുറകെ ചെല്ലാൻ നോക്കും. അപ്പോഴാണ് യുവാനും ഷൗമിയും കൂടെ ഇനി ഭക്ഷണം വഷളാക്കണ്ടെന്ന് അവനെ സമാനപ്പെടാൻ പറയും. കാരണം ഇവർക്കെല്ലാം ഉറപ്പായി അത് ലിന്നാ ചെയ്തേന്ന്. അതിനുശേഷം ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ലിന്നാണ് ഷൗമി അമ്മമാരുടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് ചെന്നിരിക്കും. ഇത് കണ്ട് ഇവളും കൂടെ ചെല്ലാൻ നോക്കുമ്പോഴാണ് രൂക്ഷാനെ അവളെ തടയും. നീ എന്തിനാണ് അവളുടെ കൂടെ പോന്ന്? അവളല്ലേ നിനക്കിട്ട് പണി തന്ന്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും നീ ഒന്നും മിണ്ടായിരുന്നു. അവൾ തെറ്റിയെന്ന് നമ്മളൊന്നും കണ്ടില്ലായിരുന്നില്ല. പിന്നെന്തോ അവള് പോയപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന ഫുഡ് കഴിക്കുന്നത്. നമ്മൾ അവളെ വെറുക്കുവാന്നുള്ള പേടി കാരണമായിരിക്കും. എന്നിന് ഷൗമി പറയുമ്പോഴാണ് അവനാണ് വീണ്ടും അവൾ ദേഷ്യപ്പെട്ട് തടയാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവൾക്ക് ലിന്റെ അടുത്ത് പോകാൻ ആഗ്രഹമായതുകൊണ്ട് അവൻ അവസാനം പോകാൻ സമ്മതിക്കും. അപ്പോഴാണ് ഇത് കണ്ട് യുവാനും രൂക്ഷി നീ ഷൗമിയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ശരിയാ, പക്ഷെ ലിൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു പറഞ്ഞ് ഷൗമിക്ക് അവളെ കുറിച്ച് വിഷമിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ പറഞ്ഞ ബാധിക്കല്ലേ? എന്നിന് ഇവനും പറയുമ്പോഴാണ് രൂക്ഷിയും നീ പറഞ്ഞ സത്യ, പക്ഷെ ഷൗമി കിട്ടിയേക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഉൾഫ. മൊത്തത്തിൽ ചതിയോടെ ചതി അവള് ചെയ്യുന്നത്. ഏതിന് ഇവനും പറയുമ്പോഴാണ് അതേസമയം ഷൗമി സന്തോഷത്തി ലിന്റെ അടുത്തേ ചെന്നിരിക്കും. ലിൻ നീ ചിക്കനൊന്നും വാങ്ങിച്ചില്ല എങ്കിൽ പിന്നെ എന്റെ വെച്ചോ, ഞാൻ നിനക്കും കൂടെ ചേർത്താ വാങ്ങിച്ചു. എന്നിന് അവളും കൊടുക്കുമ്പോൾ ലിന്നാണ് ഇത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അതിനെ ഷൗമിയും ഇത് ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് തിരിച്ച് ലിന്റെ പാത്രത്തിൽ തന്നെ ഇടും. അപ്പോഴാണ് ലിന്നെ വിഷമിച്ചിട്ട് ഷൗമി നീ എന്നെ ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം നിന്നെ കുടുക്കിലാക്കാൻ വേണ്ടിയൊന്നുമില്ല. നിന്റെ 2000 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് പൈസയുടെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് ഇത്രയും വലിയ പ്രശ്നമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നിന് അവള് സത്യത്തിൽ കരയുമ്പോഴാണ് ഇത് കണ്ട് ഇവൾക്ക് വിഷം വന്നിട്ട് ലിൻ അതിന് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം നീ നോർമലായിട്ട് പറഞ്ഞായിരിക്കും. എന്തായാലും ആ പ്രശ്നം ഇപ്പൊ സോൾവ് ആയില്ലേ, ഇനി നീ അതിനെ കുറിച്ച് ഒന്നും വിഷമിക്കണ്ട. നീ കരയാതെ, ഞാൻ ഈ പൈസ കൊണ്ട് നിനക്ക് ചെലവരാം. നമുക്ക് ഈ ഹോളിഡേക്ക് പുറത്ത് പാട്ട് പാടാൻ പോയാലോ? ഏതിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവിടേക്ക് രൂക്ഷ വരും. ഓ ഷൗമി നീ വീണ്ടും എന്നെ ഒറ്റയ്ക്കാക്കെന്ന് വിചാരിച്ച? അപ്പൊ ഞങ്ങളൊക്കെ നീ പാട്ട് പാടാൻ വിളിക്കത്തില്ല. എന്നിന് ഇവൻ യുവാനും കൂടെ വരുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഓ പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ നീയൊക്കെ വരുമെന്ന് എനിക്കറിയാം യുവാൻ, പിന്നെ നീയും കൂടെ പറഞ്ഞേ. എന്നിന് ഇവളും പറയുമ്പോഴാണ് ലിന്നാണ് വിഷമിച്ച് ഷൗമിക്ക് താങ്ക്സ് പറയും. അങ്ങനെ ഇത് കാണുന്ന രൂഷിക്കാണ് ഒട്ടും തന്നെ സഹിക്കത്തില്ല. പക്ഷെ ഷൗമിയാണ് ഫ്രണ്ട്ഷിപ്പിന് നല്ല വില എടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഇവരെല്ലാം പാർട്ടി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ലിയായിരിക്കും ഇവർക്ക് പാട്ട് പാടാൻ വേണ്ടിയുള്ള റൂം റെഡി ആയി കൊടുക്കുന്നത്. കാരണം ഇവന്റെ അച്ഛൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടി റൊമാൻറ്റിക് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത റൂമാണിത്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ എത്ര സമയമാണെങ്കിലും പാടിക്കൊള്ളാന്ന് അവനും പറയുമ്പം ഇതേട് രൂക്ഷയാണ് ഇത് നിന്റെ ചെലവാണ് ഷൗമി അല്ല അവന്റെ ചെലവാണെന്ന് അവളെ കളിയാക്കും. അപ്പോഴാണ് ലീ ആരുടെ ചെലവാണെങ്കിലും നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിക്കാടാന്ന് പറഞ്ഞ് ആദ്യം ഷൗമിയെ പാടാൻ പറയും. അങ്ങനെ അവളുടെ പാട്ട് സ്റ്റാർട്ടായതോടെ ഇവരെല്ലാം മൊത്തത്തിൽ അന്തം വിട്ട് നിൽക്കും. കാരണം ഇവർക്ക് ആർക്കും അത് കേൾക്കാൻ വയ്യ, അത്രയ്ക്ക് മോശമാണ് അവന്മാരുടെ അവസ്ഥ. അപ്പോഴാണ് ഇടയ്ക്ക് യുവാനും ഇവളെ തടയാൻ വേണ്ടി ആദ്യം വെള്ളം കുടിച്ചിട്ട് പാടി ഷൗമി എന്ന് പറഞ്ഞ് അവളെ അങ്ങ് നിർത്തും. അങ്ങനെ ആ സമയം നോക്കി രൂക്ഷയും അടുത്തായിട്ട് അവൻ പാടാന്ന് പറയുമ്പം ഇവെല്ലാം അതെല്ലാം കേട്ടോണ്ടിരിക്കും. അതിനുശേഷം ലിന്നും പാടാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവള് പാടുന്ന സമയം രൂക്ഷി ഷൗമിയും കൂടെ മൈൻഡ് ചെയ്യാതെ അവരുടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവളും കുറച്ച് ജലസായി വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ക്യാമറയും കൊണ്ട് ഫ്രണ്ട് വന്ന ഉടനെ ഇവളെ സന്തോഷത്തിൽ പാട്ട് പാടാൻ തുടങ്ങും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോയതോടെ ഇവള് വീണ്ടും ജലസായി വിഷമിച്ചിരിക്കും. അപ്പോഴായിരിക്കും വീണ്ടും ലീ അവിടേക്ക് വന്ന് ക്യാമറ എടുത്ത് ഫ്രണ്ട് വയ്ക്കുന്ന. അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം ലീൻ സന്തോഷത്തിരിക്കുന്ന ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ലീ കാണിക്കുന്ന പരിപാടി മൊത്തത്തിൽ ചിരിയോടെ ചിരിയ. അപ്പോഴാണ് ഇവൾക്ക് സഹിക്കാൻ പറ്റാതെ ഷൗമി നീ വന്നേ നമുക്കൊന്ന് പാട്ട് പാടാം. എന്നിട്ട് അവളും വിളിക്കുമ്പോൾ ഷൗമി എന്നെക്കാൾ നീയാ നല്ലോണം പാട്ട് പാടുന്നെന്ന് പറയും. അതിനുശേഷം ലീൻ യുവാനെ വിളിക്കുമ്പോൾ ഇവിടെ ലീ ആണ് എന്നെ വിളിക്കുന്ന പറഞ്ഞാൽ കൈ ചൂണ്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവസാനം ഇവരെല്ലാരും കൂടെ ആയിരിക്കും ഒരുമിച്ചിരുന്ന് പാടുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ വരുന്നുണ്ട്. ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഷൗവി കുറെ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളെ സഹായിക്കാൻ വേണ്ടി ഷൗമിയിൽ എന്നും കൂടെ വിളിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ സഹായിക്കത്തില്ലെന്ന് അവന് കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് രൂക്ഷയും അവന്റെ കൂടെ സ്ഥലം വരെ വരാൻ പറയുമ്പോഴാണ് ഇവളാണ് എവിടേക്കാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെ വിൽക്കാൻ പോവാന്ന് പറയുമ്പോൾ അത്രയ്ക്ക് തന്നെ ധൈര്യം കൊണ്ട് ഞാൻ കൂടെ വന്നിട്ടുള്ള ബാക്കി
പരിചയക്കാരിയെന്ന് ഇവൾ അവന്റെ കൂടെ പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഇവൻ അവളോട് ഷൗമി നിനക്ക് ന്യൂ ഇയർ വിഷ് പറഞ്ഞ് കാർഡ് തരുന്ന ആദ്യം ഞാനായിരിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് ഇവനും പറയുമ്പം അവളും അത് ശരിയാകും. അതിനുശേഷമായിരിക്കും അവനും പറയുന്നത് മറ്റന്നാൾ ന്യൂ ഇയറിന്റെ അന്ന് തന്നെ ഇവന്റെ ബർത്ത്ഡേ എന്ന്. ഇത് കേട്ട് അവള് സന്തോഷത്തി ഓ ലക്കി മാൻ ആണല്ലേ, കറക്റ്റ് ന്യൂ ഇയറിന്റെ എന്നാണ് നീ ജനിച്ചത്, പിന്നല്ലാതെ അതുകൊണ്ടല്ലേ എന്റെ ലക്ക് ഞാൻ നിനക്കന്ന്. നീ പറ എന്റെ ബർത്ത്ഡേക്ക് നീ എന്തോ ചെയ്യാൻ പോന്നെ എന്നിട്ട് ഇവനും ചോദിച്ചാൽ അവളും ആ ശരി ശരി നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് തരാം പോരെ എന്നിട്ട് അവൾ അവനും വിളിച്ചോണ്ട് അവർ സ്കൂളിന്റെ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് ചെല്ലും. കാരണം ഇവൾക്ക് ഇവിടെ തെന്നി കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ അതിനകത്ത് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് ഇവനും ചിരിച്ചോണ്ട് ഇപ്പോഴും നീ കൊച്ചുള്ളവരെ പോലെ ആണെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് പുറയും തള്ളിവിടും. അപ്പോഴാണ് അറിയാതെ ഇവളുടെ പാന്റാണ് കീറിപ്പോവും. അതോടെ അവൾ അവിടെ തന്നെ കുത്തിയിരിക്കുമ്പോഴാണ് ഇവൻ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു ഷൗമി ഞാൻ തള്ളിയതുകൊണ്ടോ എല്ലാം പ്രശ്നമാണ് എന്നിട്ട് ഇവൻ അടുത്തേക്കും ചോദിക്കുമ്പോഴാണ് അവളാണ് തെന്നി കളിച്ചത് അവളുടെ പാന്റ് കീറിപ്പോയെന്ന് പറയും. ഇതോടെ അവനാണ് ചിരി വരും. സോറി ഞാൻ മനഃപൂർവ്വം ചിരിച്ചില്ല, എനിക്കിത് കേട്ടപ്പോഴും ചിരി വന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലോ ഇങ്ങോട്ടൊക്കെ വന്ന് ഇപ്പൊ എന്തായി എന്നിട്ട് ഇവൻ കളിയാക്കുമ്പോഴാണ് അവളും ഒന്ന് പോടെ ഇറക്കാം ഞാൻ അകത്തൊരു പാന്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കെന്തോ നാണക്കേട് എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ അവന് ചിരിച്ചിട്ട് അവന്റെ കോട്ടൂരി അവൾ കൊടുക്കും. അതിനുശേഷം അവനും ഇതിനുള്ള പരിഹാരം അവൻ കണ്ടെത്താന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് വാഷ്റൂമിലേക്ക് പോകും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് എടാ ഇത് ഗേൾസ് ടോയ്ലറ്റാ ഇവിടെ നിനക്കെന്തോടെ പരിപാടി എന്നിട്ട് അവളും ചോദിക്കുമ്പോ തന്നെ ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് അവനാണ് അവന്റെ പാന്റ് ഒരു ഇവൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട അവളും എടാ നിനക്കെന്തോ വട്ടളകിയോ എന്റെ പാന്റ് നിനക്ക് ചേരും തോന്നുന്നില്ല, അതൊന്നും കുഴപ്പമില്ല നീ ഇതിട്ടോ ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം, നീ പെട്ടെന്ന് ഒന്ന് ഇട്ട അല്ലെങ്കിൽ ആരേലും വരും പെട്ടെന്നാവട്ടെ എന്നിട്ട് അവനകത്തിരുന്ന് പറയുമ്പോഴാണ് ഇവൻ ചെയ്യുന്നേ കണ്ട് അവൾക്ക് നാണമെന്ന് ഇവരുടെ ഒരു പാന്റ് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ അവൻ ആ കീറിയ പാന്റായിട്ട് മാസമായിട്ട് നടന്നു പോകുമ്പോഴാണ് ഇവൾക്കാണ് ചമ്മൽ വന്നിട്ട് എടാ നമുക്ക് ഒന്നും കൂടെ പാന്റ് മാറ്റിയാലോ ഷൗമി ഒന്നും കൂടെ ഗേൾസ് ബാത്റൂം വരാനോ പിള്ളേരൊക്കെ എന്നെ കണ്ട് എന്ത് വിചാരിക്കും, കൂടാതെ എനിക്കിത് കംഫർട്ടബിൾ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്, നിനക്ക് കംഫർട്ട് അല്ലെങ്കിൽ പറ ഇതേപോലെ ഞാൻ ആ പാന്റും കൂടെ കീറിത്തരാം എന്നിട്ട് നമുക്കത് ഫാഷനായിട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഇവരുടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ ഇവരെ പൊക്കുന്ന കൊള്ളാം. ഇന്നലെ രാത്രി രണ്ടുപേരും ഹോസ്റ്റലിൽ പോകാതെ എന്തായിരുന്നു പരിപാടി, സത്യം പറ നിങ്ങൾ പ്രണയിക്കുമല്ലേ. സാറേ അങ്ങനൊന്നുമില്ല, സാറ് കണ്ടപ്പോ തെറ്റുപറ്റി പോയതാ മോളെ, ഈ തവണ എന്നെ മണ്ടനാക്കാൻ വിചാരിക്കണ്ട, നിങ്ങൾ നല്ലോണം പ്രണയിച്ചിട്ട് ഇപ്പൊ എന്നെ കണ്ട് പേടിച്ചിറക്കുന്നു, ഇത് ഞാൻ വെറുതെ വിടത്തില്ല എന്നിനെ സാറും പറഞ്ഞ ഉടനെ ഇത് കേട്ട് രൂക്ഷിയും സാർ നിങ്ങൾ വിചാരിക്കുന്നില്ലൊന്നല്ല, ഇന്നലെ അവൾ കുറെ വിഷമത്തോടെ ക്ഷീണിച്ചു പോയി ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവൾക്ക് ഹെൽപ്പിന് വേണ്ടി കൂടെ പോയ എന്നിട്ട് ഇവനും തള്ളു പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ആ ഫ്ലോയിൽ കണ്ടിന്യൂ ചെയ്യും. ആണ് സാറേ ഇന്നലെ ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു, ഞാൻ ബോധം കിട്ടി വീടാൻ പോയി നോക്കിയോ, ഭാഗ്യത്തിന് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്ത്. അപ്പോഴാണ് ഇത് കേട്ട് സാറും ആ ഓക്കെ ഇനി ഞാൻ സംസാരിക്കട്ടെ, ആദ്യം പപ്പി ലവ് പിന്നെ ഹോസ്റ്റലിൽ പോകാതെ കറങ്ങി നടന്ന് ഇപ്പതാ കള്ളം പറയുന്നത്, ഞാൻ നിങ്ങൾ വെറുതെ ഇവിടെ വിചാരിച്ചേ, പക്ഷെ ഇനിയിപ്പോ നിങ്ങളുടെ പാരന്റ്സിനെ വിളിക്കാല്ലാതെ വേറെ പരിപാടിയില്ല എന്നിനും സാറും പറഞ്ഞ ഉടനെ ഇവരുടെ പേടിച്ചു പോകും. സാറേ പ്ലീസ് ഞങ്ങൾ തമ്മിൽ ലവ് ഒന്നുമില്ല എന്നിന് അവനെ കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലിൻ വയറും പിടിച്ചോണ്ടിരും. സാർ എനിക്ക് ഭയങ്കരമായിട്ട് വയറിന് എടുക്കുന്നത്, നിങ്ങൾ എന്നെ ഇവിടുത്തെ ക്ലിനിക് കൊണ്ടാക്കാവോ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് ഷൗമിയും പേടിച്ചിട്ട് സാർ പ്ലീസ് സാർ അവൾക്ക് വയ്യെന്ന് തോന്നുന്നു, ഞാൻ അവൾ ആദ്യം ക്ലിനിക് കൊണ്ടുപോകാം എന്നിന് ഇവളും ചോദിച്ചോളെ ആദ്യം ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സാർ അവളെ പറഞ്ഞേക്കും. അപ്പോഴാണ് രൂക്ഷ്യം ചുമ്മാ ഇരിക്കുന്നുണ്ട്, സാർ അവളെ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും. അതിനുശേഷം ഇവർ അവളെ ചെന്ന് ക്ലിനിക്കിലാക്കുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് യുവാനാണ് പേടിച്ച് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവളും ആ എനിക്കൊന്നും കുഴപ്പമില്ല യുവാൻ താങ്ക്സ് എന്നിന് അവളും പറയുമ്പോഴാണ് ഡോക്ടറും പറയുന്നത് ഇത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടോ കാര്യമൊന്നുമില്ല, പക്ഷെ ഇവൾക്ക് അലർജി ആയിട്ടുള്ള ഫുഡ് ഇവള് കഴിച്ചോണ്ടാ ഇപ്പൊ വയറിനെടുത്ത്, തൽക്കാലം ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചാൽ മതി, ഇപ്പൊ ഞാൻ മരുന്ന് ചെയ്ത് തരാം എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഷൗമിയാണ് വിഷമിച്ച് ലിൻ നീ അങ്ങനെ എന്ത് ഫുഡാ കഴിച്ചത്, നിനക്ക് എന്തായാലും അലർജി ഉണ്ടോ എന്നിട്ട് ഇവള് കഴിക്കുമ്പോഴാണ് അവളും ആ ചിലപ്പോ എനിക്ക് അലർജി ആയിട്ടുള്ള ഒരു മിൽക്ക് ഉണ്ടായിരുന്നു അത് കുടിച്ചോണ്ടായിരിക്കും എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് ഷൗമിയും നിനക്ക് അലർജി ആയിട്ട് അറിഞ്ഞിട്ട് നീ എന്നെ അത് കുടിച്ചത്, ഷൗമി മറ്റേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് നിങ്ങളെ വഴക്കുറയുന്നത് കണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്താണെന്നറിയാതെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്, ഒരു പക്ഷേ ഞാൻ കള്ളം പറഞ്ഞാണെങ്കിൽ ഡോക്ടർ മനസ്സിലാക്കത്തില്ല എന്നിട്ട് ഇവളും പറയുമ്പോൾ രൂക്ഷ്യം എന്തായാലും ഇനി നീ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കുറച്ച് ദിവസം കഴിച്ചാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം എന്നിട്ട് അവനും പറയുമ്പോൾ അവൾക്ക് സന്തോഷമാകും. അപ്പോഴാണ് ഷൗമി ഇവളെ ഓർത്ത് വിഷമിച്ചിട്ട് നിനക്ക് തണുക്കായിരിക്കും ഞാൻ പോയി ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരാന്ന് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് കണ്ട് യുവാനാണ് സന്തോഷപ്പെടും. അതിനുശേഷം ലിന്നും പുറത്ത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് രൂക്ഷിയാണ് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും. കാരണം ഇവള് വന്നില്ലായിരുന്നെങ്കിൽ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് ഇവന്റെ ഷൗമിയുടെ വീട്ടിൽ വിളിച്ചെന്നെ, അതുകൊണ്ട് അതിന്റെ സഹായമായിട്ട് ഇവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സഹായം ചെയ്യുമ്പം അവിടേക്ക് വന്ന ഷൗമിയാണ് ഇത് കണ്ട് ചെറുതായിട്ട് അപ്സെറ്റ് ആകും. കാരണം അവിടെയുള്ള കുറച്ച് പിള്ളേര് രൂക്ഷി ലിന്നും കൂടെ നല്ല ചേർച്ചുണ്ടെന്ന് വീണ്ടും പറഞ്ഞു നടക്കും. ഇതോടെ ലിന്ന് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചുണ്ടെന്ന് അവള് ഇത് കേട്ട് വിഷമിച്ച് അവിടെ നിന്ന് പോകും. അതേസമയം ഇത് കേൾക്കുന്ന ലിന്നാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി രൂക്ഷയാണ് അടുത്തേക്ക് വന്ന് അവൾ മനസ്സിലാക്കും ലിൻ ഞാനിപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന നീ എന്നെ ഷൗമി ഹെൽപ്പ് ചെയ്തോണ്ട അല്ലാതെ നീ വേറെ ഒന്നും വിചാരിക്കല്ലേ എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും രൂക്ഷി നീ എന്നോട് എന്തിനാ ഇങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നത്, നീ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സംസാരിച്ചാൽ പോരാ ലിൻ, ഞാൻ വിചാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും എല്ലാം ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന്, ഞാൻ നല്ല രീതിയിൽ നിന്നോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരല്ലേ എന്നിന് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവന്റെ പുറകെ നടക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ രൂക്ഷി നിനക്ക് എന്റെ കൂടെ കൂട്ടാവേണ്ടെങ്കിൽ എങ്കിൽ പിന്നെ നാളെ ന്യൂ ഇയറിന് നീ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം, ഞാനും നിനക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരാം എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും സോറി എന്നെ കൊണ്ടത് പറ്റില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഞാൻ നിന്നെ സഹായിച്ചില്ലേ നിനക്ക് അതെങ്കിലും ചെയ്തോടെ എന്നിന് ഇവളും ഫോഴ്സ് ചെയ്തോടെ അവൻ എന്തെന്നൊരു പിടിയില്ല. അങ്ങനെ അന്നത്തെ രാത്രി നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് ഷൗമിയും
മറ്റേ പിള്ളേരൊക്കെ പറഞ്ഞാലോചിച്ച് അതിനെക്കുറിച്ചായിരിക്കും വിഷമിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവള് നാളെ ന്യൂ ഇയറിന് അവന്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് അവനോട് ഒരു ഗിഫ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് ഓർമ്മ വരും നാളെ രാവിലെ ഇവൾക്ക് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളതെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ അവനോട് ന്യൂ ഇയർ വിഷയം ഇവൾക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവള് വിഷമിച്ച് ആദ്യം ഇവളുടെ കാർഡ് അവൻ കാണാൻ വേണ്ടി അവന്റെ ബെഞ്ചിനകത്ത് വയ്ക്കും. ഇതേ സമയം അവനാണ് അവൾക്ക് മെസ്സേജ് അയക്കും നാളെ രാവിലെ അവൻ തരുന്ന ന്യൂ ഇയർ കാർഡായിരിക്കും ഇവൾ ആദ്യം വാങ്ങിക്കുന്നതെന്ന്. മറ്റുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചോ ഇല്ലെന്ന് അവൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത് കേട്ട് ഇവളാണ് ചിരിച്ചിട്ട് അവന്റെ മെസ്സേജ് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ലിന്നും വരുന്നത്. അപ്പോഴാണ് ഷൗമ്യ അവളോട് അലിൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്, ഇപ്പൊ ഹെൽത്ത് ഒക്കെ ഓക്കെയാണോ? ആ എനിക്കിപ്പോ കുഴപ്പമില്ല. നീ എന്തോ ചെയ്യുന്നത്? ന്യൂ ഇയറിന് വേണ്ടി കാർഡ് റെഡി ആക്കുവാണോ? ആ അതെല്ലാം കഴിഞ്ഞ് വാ നമുക്ക് ഹോസ്റ്റലിൽ പോവാം. എന്നിട്ട് ഷൗമ്യ അവളെ വിളിച്ചോണ്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവളാണ് തിരിഞ്ഞ് ഇവളുണ്ടാക്കി കാർഡായിരിക്കും നോക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ വീണ്ടും ഇവൾ എന്തെങ്കിലും പണി ഉണ്ടാക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.